ദിസ് ഈസ് മൈ ഫാദർലാൻഡ്, ദിസ് ഈസ് ഫാദർലാൻഡ്, ഇന്ത്യ ഈസ് മദർലാൻഡ് എന്നുള്ള ഒരു പ്രസംഗം നമ്മൾ കേട്ടു. വളരെ ഘോരഘോരമുള്ള പ്രസംഗമാണ്. വേറെ ആരുമല്ല, ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്, നമ്മുടെ ബഹുമാന്യനായ പ്രൈം മിനിസ്റ്റർ നടത്തിയ പ്രസംഗമാണ്. ഇസ്രയേൽ കൊള്ളാം. ഇസ്രയേൽ അദ്ദേഹത്തിൻ്റെ ഫാദർലാൻഡാണ്. ആയിക്കോട്ടെ. ഇനി ഇന്ത്യ ഈസ് മദർലാൻഡ്. ഇന്ത്യ മാതൃ രാജ്യമാണ്, അത് എൻ്റെ മാതൃരാജ്യമാണ്. ഇത് എൻ്റെ ഫാദർലാൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് പിതൃരാജ്യം എന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ത്യയെ മാത്രമാണ് ഉള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം, അത് അദ്ദേഹം ഏറ്റെടുത്തോട്ടെ. ഫാദർലാൻഡ്, പുള്ളിയുടെ ഫാദർലാൻഡ് അതായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ആളുകളുടെ ഫാദർലാൻഡ് ഏതാവണമെന്ന് അവർ തീരുമാനിച്ചോളും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാദർലാൻഡും മദർലാൻഡും ഒക്കെ ഇന്ത്യ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ കൊണ്ടുപോയി അവസാനം ഈ കഴുത്ത് കക്ഷത്ത് വെച്ച് അദ്ദേഹത്തിനെ കൊണ്ട് മിണ്ടാൻ വയ്യാതാക്കി. ഇപ്പോൾ ഒരു രാഷ്ട്രത്തലവനെ വേറൊരു രാഷ്ട്രം കയറി കൊല്ലുന്നു, മനഃപൂർവ്വം കൊലപ്പെടുത്തുകയാണ്. ആ കൊലപ്പെടുത്തുന്ന കാരണങ്ങളാണ് ഏറ്റവും വളരെ രസകരമായ കാരണം അവർ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, ഏത് സമയത്തും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും അവരാക്രമിക്കുന്നതിന് മുമ്പേ അവരെ ആക്രമിക്കണം. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിക്കാനുണ്ടായ സാഹചര്യം. എന്ത് രസകരമായ സാഹചര്യമാണെന്ന് നോക്കിയോളൂ. ഒരു രാജ്യം ഏത് സമയത്തും കയറി ആക്രമിച്ചേക്കാം. അവരെ ആക്രമിച്ചില്ല, ആക്രമിക്കാം. അങ്ങനെ ആക്രമിക്കുന്നതിന് മുമ്പ് അവരെ ആക്രമിക്കണം, കീഴ്പ്പെടുത്തണം. അതാണ്. എന്നിട്ട് അവിടുത്തെ നേതാക്കളെല്ലാം വധിക്കണം. ഒരു രാഷ്ട്രത്തലവനെ വധിച്ചാൽ, അല്ലെ ഒരു രാഷ്ട്രത്തലവൻ കൊല്ലപ്പെട്ടാൽ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ഒരു സങ്കടമെങ്കിലും പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രത്തിലെ നേതാക്കളുടെ ഒരു മര്യാദയാണ്. പക്ഷേ ഇവിടെ വാ തുറക്കാൻ പറ്റുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രിക്ക്. എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു ഇറാൻ്റെ? ഇന്ത്യയുടെ ഒരു വളരെ വലിയൊരു പോർട്ട് തന്നെ, ഒരു തുറമുഖം തന്നെ അവിടെ ഉണ്ട്, ചബഹറിലെ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. നമുക്ക് വളരെ സ്റ്റേക്ക് ഉള്ളതാണ്. എന്തിന്? കഴിഞ്ഞ യുദ്ധം വന്നല്ലോ നമ്മുടെ. ആ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വന്നു. ആ യുദ്ധത്തിൽ പോലും പാകിസ്ഥാനെ അല്ല ഒരു ഇസ്ലാമിക് കൺട്രി ആയിട്ടുള്ള ഇറാൻ സപ്പോർട്ട് ചെയ്തത്, പിന്തുണച്ചത്. നേരെ മറിച്ച് ഇന്ത്യയാണ്. അതൊന്ന് കണക്കാക്കിയെടുക്കണ്ടേ? ഇന്ത്യയായിട്ട് വളരെ ചങ്ങാത്തത്തിലുള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ. ഒരുപാട് സഹകരണങ്ങളുണ്ട്. അവിടുന്ന് ഓയിൽ ഒരുപാട് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ അടുപ്പമുണ്ടാവും, ബന്ധം. ആ ബന്ധം നിലനിൽക്കുമ്പോഴാണ് ആയത്തുള്ള അലി ഖൊമേനി എന്ന് പറയുന്ന അവരുടെ പരമോന്നത നേതാവ്, അവരുടെ രാഷ്ട്രത്തലവനെ ഇവിടെ അറ്റാക്കിലൂടെ കൊലപ്പെടുത്തിയത്. അദ്ദേഹം എങ്ങനെയായിരുന്നു, ആരാണെന്നുള്ളതൊക്കെ പോട്ടെ, രാഷ്ട്രത്തലവനാണ്. കൊലപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ വിദ്വേഷം ഒരു പ്രകടിപ്പിക്കാനെങ്കിലും ഒരു അവസരം ഒരു രാജ്യത്തിൻ്റെ നേതാവിന് വേണ്ടേ? പലരും അതിനകത്ത് അതൃപ്തി രേഖപ്പെടുത്തിയല്ലോ ഈ സംഭവത്തിൽ. പക്ഷേ ഇന്ത്യക്ക് അതൃപ്തി അറിയിക്കാനും ഒരു മാർഗവുമില്ല. അതിൻ്റെ കാര്യം എന്താ? ഈ സമയത്ത് ഒരു കാര്യവുമില്ലാതെ നമ്മുടെ പ്രധാനമന്ത്രിയെ അവിടെ നമ്മുടെ ഇസ്രായേലിൽ വിളിച്ചു വരുത്തി, സൽക്കരിച്ചു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് അദ്ദേഹം തിരിച്ചതിൻ്റെ പുറകെ 24 മണിക്കൂറിനകത്ത് ഇറാനെ ആക്രമിച്ചു. അപ്പോൾ ഇത് കൂട്ടി വായിച്ചാൽ എന്താണ് ആളുകൾക്ക് മനസ്സിലാവുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്, സംഘികൾ. അവർ പറയും തനി നിറം പുറത്തു വരുന്നുവെന്ന്. എനിക്ക് തനി നിറമൊന്നുമല്ല ഞാൻ പറഞ്ഞേ. അത് ഇറാൻ ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ടും അല്ല. ഏതൊരു രാജ്യത്തിനെ അത് ആക്രമിച്ചാലും ഇങ്ങനെ ഈ രീതിയിൽ അവിടുത്തെ രാഷ്ട്രത്തലവനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ, വധിച്ചാൽ, അതിൽ ഒരു ഉദ്ദേശം പ്രകടിപ്പിക്കുക, അതിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുക, നീരസം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. ഇന്ത്യക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഇതെല്ലാം പോയിരുന്ന് അറേഞ്ച് ചെയ്തിട്ട് വന്നേക്കുന്ന പോലുള്ള തോന്നൽ ഇപ്പം തന്നെ ആളുകൾക്കുണ്ട്. ഇതാണ് കാരണം.
ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലങ്ങളിൽ എന്ത് പേരുഘോഷം ഈ കാര്യം ഉണ്ടാക്കുമെന്നറിയാം. ഒരാവശ്യമില്ലാതെ പോയതാണ്. ഇങ്ങനെ അത്രത്തോളം ആ ടെൻഷൻ നിലനിൽക്കുന്ന സമയത്ത്. ഇപ്പോൾ അതുമല്ല പ്രശ്നം. അപ്പോൾ അതിനകത്ത് സോണിയാഗാന്ധി പറഞ്ഞത് യഥാർത്ഥത്തിൽ, അതായത് മൗനം എന്ന് പറയുന്നത് ഇപ്പം മൗനമാണ് ഈ കാര്യത്തിൽ. ഒന്നുമില്ല. ബാക്കി UAE ആക്രമിച്ചു, ശരി, അതൊക്കെ നമ്മൾ അനിഷ്ടം പ്രകടിപ്പിക്കണം, അതിനെ എതിർക്കണം, ഒരു സംശയമില്ല. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നു, കപ്പലുകളെ ആക്രമിക്കുന്നു, അതിനൊക്കെ അനിഷ്ടം പ്രകടിപ്പിക്കണം, അതിനൊന്നും പ്രശ്നമില്ല. നമ്മുടെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണം. എതിർപ്പ് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രകടിപ്പിക്കാമെന്നുള്ളതല്ല, അവിടെ പോയി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അവന്മാർ വിവരമില്ലാത്തവന്മാരാണ്, കയറി അടിച്ചു കളയും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ നാട്ടിൻപുറത്തൊക്കെ സാധാരണ നടക്കുന്ന ഒരു പണിയുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുത്തൻ ഇച്ചിരി ചട്ടമ്പി വിളിച്ചു വരുത്തുന്നു, അല്ലെ അത് അവിടെ സ്ഥിരമായിട്ട് അവൻ അടുപ്പം, അവൻ മൂലം അടുത്ത നാട്ടുകാർക്കൊക്കെ ഉപദ്രവം. അപ്പോൾ ആളുകൾ പറയുന്നത് എന്തോന്നാ പറയുന്നത്, അവസാനം ഒരു നിവൃത്തി ഇടുമ്പം പോയി മറ്റവനെ എടുത്തിട്ട് അടിക്കും, ഏതായി വീട്ടുകാരനെ. എന്നിട്ട് പറയും, എടാ മേലെ അവനെ ഇവിടെ വിളിച്ച് കയറ്റിയ നിനക്കടികൊള്ളും എന്ന് പറഞ്ഞാൽ നടന്നേക്കുന്നത്. അമേരിക്കയുടെ ബേസ് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ GCC കൺട്രീസിൽ പലതിലും ഉണ്ട്. അപ്പോൾ മിക്ക ഇടത്തും ഉണ്ട്. ആ ഉള്ളിടത്ത് അമേരിക്ക ഇവിടെ അമേരിക്ക വിളിച്ച് കയറ്റിയാൽ ഞാൻ നിന്നെ അടിക്കും എന്നാണ് ഇറാൻ പറയുന്നത്. കാരണം അമേരിക്കൻ ബേസ് ഉള്ളതും അമേരിക്കക്കാരുള്ള സ്ഥലം അമേരിക്കൻ മണ്ണായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അവരെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. ശരിയായ ഒരു കാഴ്ചപ്പാടല്ല അതൊരിക്കലും. ഞാൻ ഈ നാട്ടിൻപുറത്തെ കഥ പറഞ്ഞ പോലെ ഉള്ളൂ. തന്നെ വെറുതെ പിടിച്ചടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പക്ഷേ അപകടം തന്നെയല്ലേ. ഞങ്ങളതിനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഇരുന്നോണ്ട് പറയാനേ ഒക്കും ഇറാൻ്റെ അടുത്ത്. അവർ യുദ്ധം കണ്ട് അവർക്ക് പ്രശ്നമില്ല യുദ്ധം എന്ന് പറയുന്ന ഒന്നും. അവർ രാവിലെ ഈ തോക്കും തോളം എടുത്തു വെച്ചങ്ങ് ഇറങ്ങും. ഒരു പ്രശ്നമുള്ളവരല്ല അവർക്ക്. അവരെ ഇത് അങ്ങനെ എളുപ്പമൊന്നും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഇനി 3 ആഴ്ചക്കൊക്കെ ഒരു അങ്ങേയറ്റം ഒരു 3 ആഴ്ച കൊണ്ടൊക്കെ തീരും എന്നൊക്കെ പറയുന്നു. ഇവരൊക്കെ ആഗ്രഹം പറയുന്നതാ തീരുമെന്ന്. തീരാൻ പോകുന്നില്ല. ഇതിങ്ങനെ കിടക്കും. അവർ കണ്ടവനെല്ലാം ഉപദ്രവിക്കുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും. അതാണ് പ്രശ്നം. കാരണം ഇത് അവർ ചെയ്യുന്നതിനകത്ത് ഉള്ള ഉദ്ദേശം നമുക്ക് അതിൻ്റെ പുറയിലുള്ളത് മനസ്സിലാവുന്നത്, അമേരിക്കയുടെ മേളിൽ ഇവർ സ്വാധീനം ബാക്കിയുള്ളവർ ചെലുത്തിയിട്ട് നീയൊക്കെ ഇത് ഇട്ടിട്ട് പോ എന്ന് പറയാനാണ്. എന്നിട്ട് ഇറാൻ ചർച്ചയ്ക്കൊന്നും പോയില്ല. അത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് എന്താ രസകരമായ കാര്യം, ഇറാന് ചർച്ച വേണം, പക്ഷേ ഞാനതിന് തയ്യാറല്ല. അയാൾ ആ ചർച്ച വേണമെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത്. ഇവർക്ക് സമയമില്ലാതെ ഔകര്യമില്ലെന്ന് അവർ പറഞ്ഞ്. കാരണം അവർ ചർച്ചയൊന്നും തീരത്തില്ല, അവരതൊന്നും ചെയ്ത് തീർക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വർഗമാണ് അവർ. ഇനി അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രശ്നം വന്നത് എന്തെന്നറിയോ, ഒരു അമേരിക്കൻ സോൾജിയർ അയാളുടെ പേരിൽ നടപടി വന്നു. അയാൾ രാഷ്ട്രത്തിനെതിരായിട്ട് അമേരിക്കയ്ക്കെതിരായിട്ട് അയാൾ പ്രവർത്തിക്കുന്നു, അമേരിക്കയുടെ ഇൻട്രസ്റ്റിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരിൽ ചാർജ് കൊടുക്കുന്നു. അപ്പോൾ അയാൾ അതിന് പറഞ്ഞ വാചകങ്ങളുണ്ട്. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എനിക്ക് അമേരിക്കയോട് മാത്രമേ ബാധ്യതയുള്ളൂ, അമേരിക്ക എൻ്റെ രാജ്യമാണ്, US. ഇസ്രയേൽ എൻ്റെ രാജ്യമൊന്നുമല്ല. ഇസ്രയേലിനെതിരെ ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇസ്രയേലിൻ്റെ പലസ്തീൻ അധിനിവേശത്തിനെതിരെയും ഇറാനിൽ അറ്റാക്ക് ചെയ്യുന്നതിനെതിരെയും ഞാൻ പറഞ്ഞു. അത് ഞാൻ ഇസ്രയേലിനെ പറഞ്ഞു, ഞാൻ അമേരിക്കയെ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അമേരിക്കക്കാരനെന്നുള്ള നിലയ്ക്ക് എൻ്റെ കൂറ് അമേരിക്കയോട് മാത്രമേ ഉള്ളൂ, ഇസ്രയേലിനോടില്ല. ഇത് അവിടെ പൊതുജനങ്ങളുടെ ശബ്ദമായിട്ട് നമ്മൾ കണക്കാക്കണം. ഇപ്പോൾ അവിടെ ജനങ്ങൾ വലിയ പ്രശ്നത്തിലേക്കുമായി, സെനറ്റർമാരെല്ലാം ട്രംപിനെതിരായി മാറുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? മാർക്കോ റൂബിയോ, നേരത്തെ ഞാൻ പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അറ്റാക്ക്, അതായത് ഏത് നിമിഷവും ആക്രമിച്ചേക്കാം, അതുകൊണ്ട് കയറി അടിച്ചതാണെന്ന് ആദ്യം. മാർക്കോ റൂബിയോ പറഞ്ഞ എന്തെന്നറിയോ, ഇസ്രയേൽ ഇപ്പോൾ വീക്കായ ഒരു സമയമാണ്, അവർ വീക്കാണ്. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ ഇറാനെ, അത് വാചകം ശ്രദ്ധിക്കണം, ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും, അങ്ങനെ അടിക്കരുത് എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ത് ചെയ്താലും കയ്യും കെട്ടി നിന്നോണം. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ മിണ്ടരുത്, അനങ്ങാതെ സഹിച്ചോണം. പക്ഷേ ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന്, ആ തിരിച്ചടി തടയാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം അമേരിക്കയുടെ ഇൻട്രസ്റ്റ് അല്ല, ഇസ്രയേലിൻ്റെ ഇൻട്രസ്റ്റിന് മാത്രം വേണ്ടിയാണ് അമേരിക്ക ഈ യുദ്ധത്തിനകത്ത് കയറിയതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ഈ അമേരിക്കൻ പട്ടാളക്കാരെയൊക്കെ ഈ കൊലയ്ക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇസ്രയേലിന് വേണ്ടി?
യഥാർത്ഥത്തിൽ ഇസ്രയേൽ അവർ ചതിയന്മാരാണ്. അവർക്ക് എന്തും ചെയ്യും, അവർ നോക്കും. ആ രീതിയിൽ ആർക്കും ചതിച്ചാലും അവർക്ക് കാര്യം നടത്തിയാൽ മതി. ആ ചതിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ യഥാർത്ഥത്തിൽ അവിടെ വരുത്തിച്ചത്. പ്രധാനമന്ത്രിക്ക് മിണ്ടാൻ വയ്യാതാക്കി പോയി. ഇസ്രായേൽ ഫാദർലാൻഡാന്ന് പറഞ്ഞിരിക്കുന്ന ആളിനെ ഇനിയിപ്പോൾ ഇത് അവർക്കെതിരെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് എന്നാൽ ഏറ്റവും അടുത്ത നമ്മളുമായിട്ട് സൗഹൃദം പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രത്തലവനെ കൊലപ്പെടുത്തിയതാണ്, വധിച്ചതാണ്. അതിനെതിരെ പോലും ഒന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റാതാക്കി. അതെല്ലാം ഇതാണ്, ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. ഏതായാലും ഇത് തീരുമെന്നൊന്നും വിചാരിക്കേണ്ട, അത്ര എളുപ്പം തീരത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇസ്രായേൽ എൻ്റെ ഫാദർലാൻഡ് അല്ല. ഇപ്പം ഇവിടെ ആരാ പപ്പു ആയത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പപ്പു എന്ന് വിളിച്ച് രാഹുൽ ഗാന്ധി ആക്ഷേപിക്കാറുണ്ടായിരുന്നല്ലോ. ഇപ്പം പപ്പു ആയത് ആരാണ് പപ്പു ആക്കിയത്? ചിന്തിക്കണം.